ക്യാൻസർ ബാധിതയായ മകളെ ചികിത്സിക്കാൻ വിസമ്മതിച്ച് ഒരമ്മ. ഒടുവിൽ രോഗം മൂർച്ഛിച്ച് മകളുടെ ദയനീയ മരണം. സഹോദരിയെ ചികിത്സിക്കാൻ സമ്മതിച്ചില്ലെന്ന് വ്യക്തമാക്കിക്കൊണ്ട് പ്രമുഖ വാക്സിൻ വിരുദ്ധയും ഗൂഢാലോചന സിദ്ധാന്തക്കാരിയുമായ കേറ്റ് ഷെമിറാനിയുടെ മക്കൾ രംഗത്തെത്തിയതോടെയാണ് ഞെട്ടിക്കുന്ന മരണവാർത്ത പുറം ലോകം അറിഞ്ഞത്. BBC-ക്ക് നൽകിയ അഭിമുഖത്തിലാണ് ഗബ്രിയേൽ ഷെമിറാനി, സെബാസ്റ്റ്യൻ ഷെമിറാനി എന്നിവരുടെ വെളിപ്പെടുത്തൽ. 2024 ജൂലൈയിലാണ് കേറ്റിന്റെ 23-കാരിയായ മകൾ പലോമ രക്താർബുദത്തെ തുടർന്ന് മരിച്ചത്. കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി ബിരുദധാരിയായിരുന്നു പലോമ ഷെമിറാനി. രോഗനിർണയം നടത്തി 7 മാസത്തിനു ശേഷമാണ് കൃത്യമായ ചികിത്സ ലഭിക്കാതെ പലോമ മരിച്ചത്. ഒരു നഴ്സ് കൂടിയായിരുന്ന കേറ്റ് ഷെമിറാനി കോവിഡ് വാക്സിനേഷനെതിരായ അഭിപ്രായത്തെ തുടർന്ന് 2021 UK-യുടെ നഴ്സിംഗ് രജിസ്റ്ററിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. മാസ്കുകളുടെയും വാക്സിനുകളുടെയും ഉപയോഗം നിരുത്സാഹപ്പെടുത്തുന്നത് ഉൾപ്പെടെയുള്ള തീവ്രമായ വൈദ്യശാസ്ത്ര വിരുദ്ധ വീക്ഷണങ്ങളായിരുന്നു ഇവർക്കുണ്ടായിരുന്നത്. കീമോതെറാപ്പി ചെയ്താൽ അതിജീവിക്കാൻ 80% സാധ്യതയുണ്ടാകുമെന്ന് ഡോക്ടർമാർ പറഞ്ഞിട്ടും പലോമ അതിന് തയ്യാറാകാതിരുന്നത് അമ്മയുടെ സമ്മർദ്ദം മൂലമാണെന്നാണ് സഹോദരങ്ങളുടെ ആരോപണം. ഭർത്താവുമായി വേർപിരിഞ്ഞ ശേഷം മക്കളുമായി കാര്യമായ ബന്ധം പുലർത്താൻ കേറ്റ് താൽപര്യപ്പെട്ടിരുന്നില്ല. അതുകൊണ്ട് തന്നെ സെബാസ്റ്റ്യനും ഗബ്രിയേലും കേറ്റിനോട് സംസാരിക്കുന്നത് നിർത്തിയിരുന്നു. എന്നാൽ പലോമ മാത്രം അപ്പോഴും അമ്മയുമായി ബന്ധം പുലർത്തി. രോഗബാധിതയായി ആശുപത്രിയിൽ കിടക്കുമ്പോൾ പലോമയെ കാണാൻ കേറ്റ് വന്നു. അതിനുശേഷമാണ് കീമോതെറാപ്പി ചെയ്യാൻ പലോമ വിസമ്മതിച്ചത്. ജ്യൂസുകളും സപ്ലിമെന്റുകളും കഴിച്ചാൽ അർബുദം മാറുമെന്ന് പലോമയെ കേറ്റ് ധരിപ്പിച്ചു. അതോടെ ശാസ്ത്രീയമായ ചികിത്സാരീതികൾ വേണ്ടെന്ന് പറഞ്ഞ പലോമ വാശി പിടിച്ചു. പിന്നീട് പലോമയുടെ പരിചരണം കേറ്റ് ഏറ്റെടുക്കുകയും രോഗം വഷളാവുകയുമായിരുന്നു. ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതിനു ശേഷം തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലിരിക്കെയാണ് പലോമ മരിച്ചത്. ക്യാൻസർ ശരീരത്തെ വളരെയേറെ ബാധിച്ചിട്ടും പലോമയെ സുഹൃത്തുക്കളിൽ നിന്നും കാമുകനിൽ നിന്നും മറ്റു കുടുംബാംഗങ്ങളിൽ നിന്നും ഒറ്റപ്പെടുത്താൻ ശ്രമിച്ചതായും മറ്റു മക്കൾ ആരോപിക്കുന്നു. അമ്മയുടെ അനാവശ്യമായ സ്വാധീനം മൂലമാണ് സഹോദരിയുടെ ജീവിതം ദാരുണമായി അവസാനിച്ചതെന്നും സഹോദരന്മാർ കൂട്ടിച്ചേർത്തു. മകളുടെ മരണശേഷം ആരോപണങ്ങൾ വന്നതോടെ കേറ്റ് പ്രതികരണവുമായി രംഗത്തെത്തി. വൈദ്യശാസ്ത്രം ഒരു നുണയാണെന്നും ആരോഗ്യ സംരക്ഷണം എന്ന് നമ്മൾ ഒരിക്കൽ വിശ്വസിച്ചിരുന്നത് ഇപ്പോൾ കൊലപാതക സേവനമാണെന്നുമായിരുന്നു കേറ്റിന്റെ ആരോപണം. UK-യിൽ നഴ്സിംഗ് പ്രാക്ടീസ് ചെയ്യുന്നതിൽ നിന്ന് വിലക്കപ്പെട്ടിട്ടും 60-കാരിയായ കേറ്റ് സ്വയം നാച്ചുറൽ നഴ്സ് എന്നാണ് വിശേഷിപ്പിച്ചിരുന്നത്. കോവിഡ് വാക്സിനുകളിൽ ഒരു ചെറിയ അംശം സാത്താനുണ്ടെന്നും കുത്തിവയ്പുകൾ ക്യാൻസറിന് കാരണമാകുമെന്നും ഗർഭചിത്രം ചെയ്ത ഭ്രൂണങ്ങളിൽ നിന്ന് ശേഖരിച്ച വസ്തുക്കൾ അടങ്ങിയിട്ടുണ്ടെന്നുമുള്ള അവകാശവാദങ്ങൾ കേറ്റ് സോഷ്യൽ മീഡിയയിലൂടെ ഉന്നയിച്ചിരുന്നു. ഇതോടെയാണ് അവർ വാർത്തകളിൽ ഇടം നേടിയത്. അതേസമയം മക്കളുടെ ആരോപണത്തിൽ കേറ്റ് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല.